ഹായ് സ്റ്റുഡൻസ്, ശ്രീജിന്മയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബാബു മാസ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ മാച്ച് ബോക്സ് എന്നുള്ള പാഠത്തെക്കുറിച്ച് പറയുകയായിരുന്നു അല്ലേ. വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ദാറ്റ്. സോ we were talking about matchbox. Who wrote matchbox, or what is the name of the author? Ashapurna Devi. Ashapurna Devi എന്താ അതിൽ പറയുന്നത്? In that chapter, in the story, Ashapurna Devi compares women as matchboxes. അല്ലേ? Ashapurna Devi എന്ത് ചെയ്യാണ്? സ്ത്രീകളെ മാച്ച് ബോക്സിനോട് ഉപമിക്കുകയാണ്. അതിലവർ പറയുന്നത് ദ സ്റ്റോറി ഓഫ് എ കപ്പിൾ, ഒരു ദമ്പതിമാരുടെ കഥയാണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു അവർ? അജിത് ആൻഡ് നോമിത. അവരെവിടെയാണ് താമസിക്കുന്നത്? അവരൊരു വലിയ കുടുംബത്തിൽ, വലിയൊരു കൂട്ടുകുടുംബമാണ്, ജോയിൻറ്റ് ഫാമിലിയാണ്. ആ ജോയിൻറ്റ് ഫാമിലിയിലെ അംഗങ്ങളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ് ആരൊക്കെ? അജിത് ആൻഡ് നോമിത അല്ലേ. അജിത്തും നോമിതയും ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? When the story begins, we see Nomida collecting Ajit's dress, what for? To be washed. അല്ലേ? കഥ തുടങ്ങുന്ന നേരത്തെ നമ്മൾ ആരെയാണ് കാണുന്നത്? അജിത്തിൻ്റെ ഭാര്യ നോമിതയെ. അവരെന്ത് ചെയ്യുക? അവർ തൻ്റെ മുറിയിൽ, ബെഡ്റൂമിൽ, വീടിൻ്റെ 3ാമത്തെ നിലയിലുള്ള തൻ്റെ മുറിയിൽ നിന്ന് അജിത്തിൻ്റെ വസ്ത്രങ്ങളിങ്ങനെ സോർട്ട് ചെയ്യുകയാണ്, തരംതിരിക്കുകയാണ്. വാട്ട് ഫോർ? ഇൻ ഓർഡർ ടു ബി വാഷ്ഡ്. വൈ? ബിക്കോസ് എ വാഷർമാൻ ഹാസ് കം ഡൗൺ. ദ വാഷർമാൻ വാസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്. ഒരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താ? എല്ലാ ആൾക്കാരും വീട്ടിലുണ്ട് അല്ലേ. ആകപ്പാടെ ബഹളമാണ്. എല്ലാ കുടുംബാംഗങ്ങളും മൊത്തമുണ്ട്. കാരണം ആർക്കും ജോലിക്ക് പോകണ്ട. എവരിബഡി വാസ് ദേർ. അറ്റ് ദാറ്റ് ടൈം ദ വാഷർമാൻ ഹാസ് കം. വാഷർമാൻ വന്ന ആ സമയത്താണ്. ആൻഡ് നോമിത വെൻറ്റ് ടു ഹെർ റൂം, വെൻറ്റ് to her bedroom, and she started collecting her husband's dress to be washed. അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻഡ്? അജിത്തിൻ്റെ ഒരു ഷർട്ടിൻ്റെ പോക്കറ്റിൽ വാട്ട് ഡിഡ് ഷീ സീ? ഷീ സോ എ ലെറ്റർ. ആ ലെറ്റർ കണ്ടപ്പോൾ വാട്ട് ഹാപ്പൻ? ഷി വാസ് സ്റ്റൺഡ്, ഷി വാസ് സർപ്രൈസ്ഡ്. അവൾ അത്ഭുതപ്പെട്ടു, അവൾ ആശ്ചര്യപ്പെട്ടു. ഷീ ഗോട്ട് ആംഗ്രി. അവൾക്ക് ദേഷ്യം വന്നു. വൈ വാസ് ഷീ ആംഗ്രി? എന്തായിരുന്നു അവൾക്ക് ദേഷ്യം വന്നത്? ബിക്കോസ് ദ ലെറ്റർ was Nomita's name on the envelope. In the letter there was Nomita's name. നോമിതയുടെ പേരായിരുന്നുള്ളത്. That means അത് നോമിതയുടെ ലെറ്ററാണ്. Anyhow, what was the condition of the letter? It was squeezed, it was crushed. അല്ലേ? ആകെപ്പാടെ ഞെരിച്ചിരിക്കുകയാണ്. അത് ക്രഷ്ഡ് ആണ്, സ്ക്വീസ്ഡ് ആണ്. മാത്രമല്ല ഇറ്റ് വാസ് torn. ആരോ കീറിയിട്ടുണ്ട്. മീൻസ് somebody might have read it. ആരോ ഒരാൾ വായിച്ചിട്ടുണ്ടാവും. തീർച്ചയായും ആരായിരിക്കും വായിച്ചിട്ടുണ്ടാവുക? തൻ്റെ ഭർത്താവാണ്. മാത്രമല്ല ദ ലെറ്റർ, വെൻ ഡിഡ് ദ ലെറ്റർ അറൈവ്? ദ ലെറ്റർ ഹാഡ് അറൈവ്ഡ് 3 days before. 3 ദിവസം മുമ്പ് വന്ന ലെറ്ററാണത്. അപ്പോൾ 3 ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും ലെറ്റർ വന്നിട്ട്. ആ ലെറ്റർ ആർക്ക് കൊടുത്തില്ല? നോമിതയ്ക്ക് കൊടുത്തില്ല. അതുകൊണ്ട് ആർക്ക് ദേഷ്യം പിടിച്ചു? നോമിതയ്ക്ക് ദേഷ്യം പിടിച്ചു. നോമിത ഗോട്ട് ആംഗ്രി. അങ്ങനെ ദേഷ്യം വന്നപ്പോൾ ഓളാകെ എന്താ ഒരു സീൽക്കാർ ശബ്ദം പോലെ നോക്കുമ്പോൾ അതുവരെയാണ് എത്തുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ് ടു ദാറ്റ് പാരഗ്രാഫ് വി ആർ റീച്ച്ഡ്. ഏതാ നമ്മൾ അവസാനെത്തിയത്? അജിത്ത് ഹാസ് ഓപ്പൻഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്, ദെൻ ക്രംബിൾഡ് ഇറ്റ് ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ദ ഹാസിൻ ഫെൽറ്റ് ദ നീഡ് ടു മെൻഷൻ ഇറ്റ് ഈവൻ വൺസ് ടു നോമിത. ഹി കുഡ് ഹാവ് മെൻഷൻ ടു നോമിത അല്ലേ. അയാൾക്ക് പറയാൻ പറ്റുമായിരുന്നു നോമിതയോട്, നോമിതേ ഐ ഗോട്ട് എ ലെറ്റർ അല്ലേ, നിനക്കൊരു ലെറ്റർ ഉണ്ട്, ദർ ഇസ് എ ലെറ്റർ ഫോർ യു, ഐ ഫോർഗോട്ട് ഇറ്റ് എന്ന് ഹി കുഡ് ഹാവ് സെൻഡ് ഇറ്റ്, ഹി കുഡ് ഹാവ് മെൻഷൻഡ് ഇറ്റ്, ബട്ട് ഹി ഡിഡ് നോട്ട് ഡു ഇറ്റ്. പക്ഷെ അത് ചെയ്തുമില്ല. അപ്പം നോമിതയ്ക്ക് ദേഷ്യം പിടിച്ച്. ദ ഫ്ലെയിം ദാറ്റ് ഹാഡ് ഗോൺ അപ്പ് ഡോട്ട് നൗ ബേൺസ് സ്റ്റഡിലി ഹിസ്സിങ് സൗണ്ടിങ് ഇറ്റ്സ് നോട്ട് ഓൺ ഈച്ച് ഓഫ് ഹർ മൈൻഡ്സ് സ്ട്രിങ്സ്. വാട്ട് ഡസ് ദാറ്റ് പാരഗ്രാഫ് സേ? ഇൻ ദാറ്റ് പാരഗ്രാഫ് the author tells us how angry Nomita was. Nomita was very angry. അവളുടെ ദേഷ്യം എങ്ങനെ കയറി വരികയാണ്, തലച്ചോറ് മൊത്തം അല്ലേ, അല്ലെങ്കിൽ ശരീരം മൊത്തം, ശരീരമാസകല അവളെന്ത് ചെയ്യുന്ന ആകെ ഷീ വാസ് വെരി ആംഗ്രി എന്ന് പറയാനാണ് ഉപയോഗിച്ചത്. ദ ഫ്ലെയിം, ആ ജ്വാല, തുടങ്ങി വെച്ച ആ തീപ്പെട്ടിയില്ലേ, ചെറിയൊരു ജ്വാലയാണ്, അതിങ്ങനെ ആളിക്കത്താൻ തുടങ്ങി.
സീൽക്കാര ശബ്ദം പോലെ. Because this incident is not a casual oversight, it is deliberate. Nomida is sure this is not casual oversight. ഇത് കാഷ്വൽ ഓവർസൈറ്റ്, അറിയാതെ സംഭവിച്ചല്ലേ, കാഷ്വൽ യാദൃശ്ചികമായി സംഭവിച്ചാലോ, ഓവർസൈറ്റ് നോട്ടക്കുറവ്. ഇതൊരു അവിചാരിതമായ ഒരു ഇൻസിഡൻ്റലായിട്ടുള്ള ഒരു എന്തല്ല, ഒരു നോട്ടക്കുറവെന്നല്ല. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്, ഇറ്റ് ഈസ് ഇൻറ്റൻഷണൽ, ഇറ്റ് ഈസ് പർപ്പസ്ഫുൾ. ഇത് അറിയാതെ സംഭവിച്ചല്ലോ, ഇത് കരുതി കൂട്ടിയാണ്. തൻ്റെ ഭർത്താവ് ഹി ഇൻറ്റൻഷനലി ഡിസൈഡഡ് നോട്ട് ടു ഗിവ് ദിസ് ലെറ്റർ നോമിത. There is no need of giving this letter to Nomida. Why should I give this letter? There is no need of giving this letter to Nomida എന്ന് he might have thought. അയാൾ കരുതിയിട്ടുണ്ടാകാം. Ajit's nature is exactly like that. Ajit is a special character. He is just like that. Ajit is such a character. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അജിത്ത്. അജിത്ത് അങ്ങനെയാണ്, കൊടുക്കുകയില്ല, ലെറ്റർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അജിത്ത് അങ്ങനെ ഒരാളാണ്. Somehow he has earned possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. And whenever there is a letter with Nomida's name on the envelope, he opens and reads it first, and only then does he give to her. It is possible that oftentimes he doesn't give it to her at all. At least that's the suspicion that has taken deep root in Nomida's mind. നോമിതയ്ക്ക് ഇങ്ങനെ ഒരു സസ്പീഷ്യൻ വരാൻ കാരണമുണ്ട്. ഈ പാരഗ്രാഫിൽ അതാ പറയുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? വൈ ഡിഡ് നോമിത സസ്പെക്ട് ദിസ് ഈസ് ഇൻറ്റൻഷണൽ, ദിസ് ഈസ് പർപ്പസ്ഫുൾ. ഇത് പർപ്പസ്ഫുൾ ആണ്, ഡെലിബറേറ്റ് ആണ്, ഇൻറ്റൻഷനലാണ്, കരുതിക്കൂട്ടിയാണ്, മനഃപൂർവ്വമാണ് എന്ന് നോമിതയ്ക്ക് തോന്നാനുള്ള കാരണം എന്താ? ഈ പാരഗ്രാഫ് പറയുന്നതാ. കാരണം നോമിതയുടെ ഭർത്താവായിട്ട് അങ്ങനെ തരത്തിലാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകാം? ഹി മൈറ്റ് ഹാവ് ഗോട്ട് ദ കീ, താക്കോല് കിട്ടിയിട്ടുണ്ടാകും. എന്തിൻ്റെ താക്കോല്? ഓഫ് ദ ലെറ്റർ ബോക്സ്. ലെറ്റർ ബോക്സിൻ്റെ 19 പേരുണ്ട് ആ കുടുംബത്തിൽ. കാരണം വി ഹാവ് ഓൾറെഡി സെറ്റ് ദാറ്റ് ഇറ്റ് വാസ് എ ജോയിൻറ്റ് ഫാമിലി. അതൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. ദ ജോയിൻറ്റ് ഫാമിലി, കൂട്ടുകുടുംബം. കൂട്ടുകുടുംബത്തിൽ 5-6 പേരുണ്ടാകുക അല്ല അല്ലേ, 100 കണക്കിന് ആൾക്കാർ. ഇവിടെ ഇപ്പോൾ 50-ഓളം ജാസ്തി ആൾക്കാരുണ്ടാവും. വലിയ വലിയ ആൾക്കാരായിരിക്കാതല്ലോ. അവരുടെ പേരിൽ ലെറ്റർ വരും. ആ ലെറ്റർ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ദ പോസ്റ്റ്മാൻ ഡു? പോസ്റ്റ്മാൻ എന്താ ചെയ്യുക? ഓരോരോ ആളെയും കണ്ടെത്താൻ പോവോ? ഇയാൾ ഒരു റൂമിൽ പോയിട്ട് ഇന്നയാളെ ലെറ്റർ കൊണ്ട് കൊടുക്കുമോ? ഇല്ലല്ലോ. പോസ്റ്റ്മാൻ എന്ത് ചെയ്യും? ഹി വിൽ put all these letters in a post box, in a box. ഒരു ബോക്സ് ഉണ്ട്, സ്പെഷ്യലി മെയ്ഡ് ഫോർ ദാറ്റ്, സ്പെഷ്യലി മെയ്ഡ് ഫോർ ദ പർപ്പസ്. അതിനു വേണ്ടി മാത്രമുള്ള ഒരു ബോക്സ് വീടിന് മുമ്പിൽ വെച്ചിട്ടുണ്ടാവാം. ആ വീട്ടിലുള്ള ഏതൊരാൾക്കും വരുന്ന ലെറ്റർ വിൽ ബി പുട്ട് ഇൻസൈഡ്, ഇതിനുള്ളിലിടും. അങ്ങനെ അജിത്തിന് ലെറ്റർ അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഹി മൈറ്റ് ഹാവ് സംഹൗ ഗോട്ട് ദ കീ കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ അജിത്ത് ഈ ലെറ്റർ ബോക്സ് തുറന്ന് അതിൽ പരതിയപ്പോൾ ഹി ഗോട്ട് നോമിദാസ് ലെറ്റർ. നോമിത ലെറ്റർ കിട്ടി. അങ്ങനെ നോമിത ലെറ്റർ കിട്ടിയപ്പോൾ ലെറ്റർ ബോക്സ് ഫിഷിംഗ് ഇറ്റ് ത്രൂ ഇറ്റ് ഗ്യാപ്സ് among the 52 hands of this joint family, and whenever there is a letter with a Nomida's name on the envelope, if he sees or if he notices or if he finds a letter in Nomida's name, തൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു ലെറ്റർ കണ്ടാൽ അജിത്ത് എന്ത് ചെയ്യാറുണ്ട്? ഹി യൂസ്ഡ് ടു, എന്താ യൂസ്ഡ് ടു നമ്മൾ ഉപയോഗിക്കുന്ന കഴിഞ്ഞു പോയ കാലത്തുള്ള ശീലത്തിന് പറയുന്ന അല്ലേ, അജിത്തിന് ശീലമാണത്. ഹി യൂസ്ഡ് ടു ഓപ്പൺ ഇറ്റ്, ഹി ഓപ്പൺസ് ഇൻ റീഡ്സ് ഇറ്റ് ഫസ്റ്റ്. ഹി യൂസ് ടു ഓപ്പൺ ഇറ്റ് ആൻഡ് ഹി യൂസ് ടു റീഡ് ഇറ്റ് ഫസ്റ്റ്. സാറിന് ഇയാളെന്താ ചെയ്യുക? നൊമിതയുടെ പേരിൽ ലെറ്റർ കണ്ടാൽ ഇയാൾ ലെറ്ററും എടുക്കും, തുറക്കും, എന്നിട്ട് വായിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ ആയിക്കോട്ടെ. വൈ? ബിക്കോസ് somehow he thinks it is my duty or it is my power. I have the power or I have the responsibility. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് വരുന്ന കത്ത് എന്താണെന്നറിയാൻ I have the right to do so. എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. So thinking that he has the right to read the letter which has come in his wife's name, he believes so. I have the right to do so. അങ്ങനെ believing that he might have opened it, he might have read it. Nomida's name on the envelope, he opens and reads it first, and only then does he give it to her. അതിന് ശേഷം മാത്രമേ സാധാരണ കേസിൽ he gives the letter to Nomida.
അയാൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം ഹി യൂസ് ടു ഗീവ് ദിസ് ലെറ്റർ ടു നമിത. അപ്പോൾ യൂഷ്വലി whenever there is a letter in Nomida's name, he opens it and he used to read it, and then only after that he used to give the letter to Nomida. അതിനുശേഷമാണ് ഇയാൾ ഈ ലെറ്റർ ആർക്ക് കൊടുക്കാറുള്ളൂ? നോമിതയ്ക്ക് കൊടുക്കാറുള്ളൂ. It is possible that oftentimes he doesn't give it to her at all. Oftentimes, പലപ്പോഴും, മിക്കപ്പോഴും he did not give the letter to Nomida. So many times he decided not to give the letter. He didn't give the letter to Nomida. അയാൾ എന്ത് ചെയ്യില്ല? അയാൾ നോമിതയ്ക്ക് ലെറ്റർ കൊടുത്തിട്ടില്ല. പല സമയത്തും, പലപ്പോഴും. Often times he doesn't give it to her at all. At least that's the suspicion that he has taken root. അതാണ് സസ്പീഷന് കാരണം. എന്താ? My husband many times has not, or he didn't give the letter to, he had not, or he hadn't given the letter to Nomida. Many times there were many occasions. അത്തരത്തിൽ പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല സമയം ഉണ്ടായിട്ടുണ്ട്. അതാണ് നോമിതയ്ക്ക് സംശയം വന്നത്. ഈ ലെറ്റർ തൻ്റെ ഭർത്താവ് മനഃപൂർവ്വം എനിക്ക് തരാത്തതാണ് എന്ന് നോമിക്ക് തോന്നാൻ കാരണം എന്താ? അനുഭവങ്ങളുണ്ട്, പല സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. At least that's a suspicion that taken root. അതാണ് വേരൂന്നാണ്, സംശയം വേരൂന്നാണ് കാരണം അവളുടെ മനസ്സിൽ ഈ ഒരു സംശയം വരാൻ കാരണം അതാ. Taken deep root in Nomida's mind. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. എന്നാലും ശരി, till today Ajit never got a letter. എങ്ങനത്തെ ലെറ്റർ? സസ്പീഷ്യസ് ലെറ്റർ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ബിക്കോസ് വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? യൂഷ്വലി അജിത്ത് sometimes Ajit opens the letter and reads it. Why? Because he might have thought that somebody is writing love letters to my wife. എൻ്റെ ഭാര്യക്കാരോ അങ്ങനെ ഈ ലവ് ലെറ്റർ എങ്ങാൻ അയക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? അപ്പം ഭർത്താവിന് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ടിൽ ടുഡേ അജിത് നെവർ ഗോട്ട് എ സസ്പീഷ്യസ് ലെറ്റർ. പക്ഷെ ഇന്ന് വരെ ഒരു സംശയത്തിനിട വരുന്ന വിധത്തിലുള്ള ഒരു ലെറ്ററും അജിത്തിന് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നോമിത ഈസ് പെർഫെക്റ്റ്, നോമിത ക്ലീൻ ആണ്. ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് അതിന് നോമിതയ്ക്കുണ്ട്. ഈവൻ ദോ ടു ദിസ് ഡേ അജിത് കനോട്ട് ട്രൂത്ത്ഫുള്ളി, സത്യം പറയട്ടെ, മെയ്ഡ് ദ ക്ലെയിം ദാറ്റ് ഹി ഹാസ് ബീൻ ഏബിൾ ടു ഡിസ്കവർ എനി ലെറ്റർ ഇൻ ദ സ്ലൈറ്റസ്റ്റ്, നേരിയ സംശയം പോലും ഇടയാക്കുന്ന വിധത്തിലുള്ള ലെറ്റർ നോമിതയുടെ പേരിൽ വന്നിട്ടില്ല. Still this ugly habit of his own growth. എന്നിട്ടും this ugly habit, എന്താ ugly? വളരെ മോശമായ, അല്ലേ? മോശമായ, bad. This bad habit still won't go. അതായത് അജിത് never gave up this bad habit. ഇതുവരെ ഈ ദുശീലം, ഈ മോശമായ സ്വഭാവം അജിത്ത് ഉപേക്ഷിച്ചിട്ടില്ല ഇന്ന് വരെയായിട്ട്. എത്ര പറഞ്ഞിട്ടൊന്നും അജിത്തിനൊരു പ്രശ്നമില്ല. Not with Nomida's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. That means Nomida tried her level best to discourage Ajit from opening and reading the letter. So many times Nomida tried her level best. However she tried, all her efforts became fruitless. എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞിട്ട്? നോട്ട് വിത്ത് നോമിദാസ് ആങ്കർ. അതിന് മനസ്സിലാകുന്നുണ്ട്, മൈ വൈഫ് ഈസ് ഗെറ്റിംഗ് ആംഗ്രി, സോ ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. എൻ്റെ ഭാര്യയ്ക്ക് വീർപ്പിടിക്കുന്നുണ്ട്, ഓളെ കത്തല്ല ഞാനും വായിക്കുന്നതിൻ്റെ ഓക്കത്ര പിടിക്കുന്നില്ല, അല്ലേ? ഓക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ് എന്ന് അജിത്തിന് തോന്നിയില്ല. കാരണം നോമിതയുടെ ആംഗ്രി ആണ്, നോമിത വളരെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നോമിതയ്ക്ക് അത്രയും ദേഷ്യമാണ്. എന്നിട്ടും അജിത് തൻ്റെ ശീലം ഒഴിവാക്കിയില്ല. പിന്നെ നോട്ട് വിത്ത് ഹെർ ടേക്കിംഗ് ഒഫൻസ്, അവളുടെ അസന്തുഷ്ടി. ഒഫൻസ് എന്നത് ഡിസ്പ്ലഷർ എന്നർത്ഥം. ശരിക്കും ഒഫൻസിന് മറ്റൊരു അർത്ഥമുണ്ട്, കുറ്റം, അല്ലേ? ക്രൈം എന്നൊരർത്ഥമൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം ക്രൈം അല്ല, മറിച്ച് എന്താണ്? ഡിസ്പ്ലഷർ, അനിഷ്ടം. നോമിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളല്ലേ, ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ വി വോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നമ്മളത് ആവർത്തിക്കരുത്. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്.
അല്ലേ? യു ഹാവ് ടു പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ദർ, അവിടെ നിർത്തണം. പക്ഷേ അജിത്ത് എന്ത് ചെയ്യില്ല, ഒരു കൂസലുമില്ല, അവൻ എന്നിട്ട് തുറന്നുകൊണ്ടേയിരുന്നു. പിന്നെയോ നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ അടുപ്പമേറിയ റിപ്രോച്ചുകൾ, അധിക്ഷേപങ്ങൾ കൊണ്ട് ചൊരിയും ഇവളുടെ മേത്ത്. പ്രശ്നമില്ല. ഹെർ ട്രൈങ് ടു ഷെയിം ഹിം, നാണം കെടുത്ത് നോക്കും. ഇവനെ ഓരോന്ന് പറഞ്ഞ് നാണക്കേട് ഉണ്ടാക്കാൻ നോക്കും. സർക്കാസം മീൻസ് പരിഹാസം, പരിഹസിക്കാൻ നോക്കും. പക്ഷേ ഇതൊന്നുകൊണ്ടും അജിത്തിന് നോ പ്രോബ്ലം. അജിത്തിനൊരു പ്രശ്നമല്ല. എൻ്റെ ഭാര്യ ലെറ്റ് her blame me, let her reproach me, let her scold me, let her whatever she likes. അവൾ ഇഷ്ടമുള്ള ചെയ്യട്ടെ, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം എന്നാണ് അജിത്ത് പറയുന്നത്. അജിത്തിനൊരു പ്രശ്നമല്ല. If she mentions it, if Nomita mentions, what is mention? സൂചിപ്പിക്കുക. If she mentions it, first he tries to laugh it away. And if laughter doesn't get him out of deep water, he scours. നമ്മളൊരാളെങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ sometimes Nomita will tell Ajit, my dear husband, please do not repeat this again. This is a bad habit. It is not fair. It is unfair. ഇത് ശരിയല്ല, നല്ല ശീലമല്ല. യു ഹാവ് ടു ഗിവ് അപ്പ് ദിസ് ബാഡ് ഹാബിറ്റ് എന്നൊക്കെ പറയുമ്പോൾ വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ, വൈ ഡിഡ് യു ഓപ്പൺ മൈ മദേഴ്സ് ലെറ്റർ, വൈ ഡിഡ് യു റീഡ് ഇറ്റ്, ഹൗ ഡെയർ യു ഓപ്പൺ മൈ ലെറ്റർ, ഹൗ ഡെയർ യു റീഡ് ദിസ് ലെറ്റർ എന്നൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും? ഇഫ് ഷി മെൻഷൻസ് ഇറ്റ്, ഇതിങ്ങനെ പറ്റി പറയുമ്പോൾ അറ്റ് ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ. അയത്ത് എന്ത് ചെയ്യും? ഹി വിൽ ലാഫ് ഇറ്റ് അവേ, ചിരിച്ച് തള്ളും. അല്ലേ? നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? ചിരിച്ച് എന്ന് പറഞ്ഞാൽ തിരിച്ചും കളിക്കണം. അത് പോട്ടെ, അത് സാരമില്ല, ചിരിച്ചു കളയും. പക്ഷേ നമിതയുടെ ദേഷ്യം മാറുമോ? ഇല്ല. നമിത അന്നേരം ദേഷ്യം തന്നെയാണ്. അങ്ങനെ ദേഷ്യം വരുമ്പോൾ അയത്ത് എന്ത് ചെയ്യും? എൻ്റെ ചിരി കൊണ്ട് ഗുണമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയത്ത് എന്ത് ചെയ്യും? ഇഫ് ലാഫ്റ്റർ ഡസൻറ്റ് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ, ഈ വിഷമസ്ഥിതിയിൽ നിന്നും തന്നെ ചിരി രക്ഷപ്പെടുത്തുന്നില്ല എന്ന് തോന്നിയാലോ, ചിരിച്ച് തള്ളിയിട്ട് അവൾ സീരിയസ് ആക്കുന്നത്, അവളെപ്പോഴും സീരിയസ് തന്നെയാണ് തോന്നിക്കഴിഞ്ഞാൽ വാട്ട് വിൽ അജിത് ഡു? അജിത്ത് അന്നേരം എന്താ ചെയ്യുക? ഹി സ്കോൾസ് ഹെർ, അവൻ്റെ അടവൊന്ന് മാറ്റും. വാട്ട് വിൽ ഹി ഡു? ഹി വിൽ സ്റ്റാർട്ട് സ്കോൾഡിങ് ഹെർ. എന്താ സ്കോൾഡ് ചെയ്യുക? ശകാരിക്കുക. എന്താണ്? വാട്ട് വിൽ യു ഡു? ഐ വിൽ അഗെയിൻ റീഡ് യുവർ ലെറ്റർ. വാട്ട് വിൽ യു ഡു? ടെൽ മീ. അല്ലേ? നീ പറ, നീ എന്താ ചെയ്യുക? എനിക്ക് വരുന്ന കത്തുകൾ, നിൻ്റെ പേരിൽ വരുന്ന കത്ത് ഇനിയും ഞാൻ തുറക്കും, ഇനിയും ഞാൻ വായിക്കും. വാട്ട് വിൽ യു ഡു? വാട്ട് ക്യാൻ യു ഡു? എന്നൊക്കെ ചോദിച്ച് അയച്ച് അവളെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ചിരി കൊണ്ട് രക്ഷയില്ലേ, ഭീഷണിയാണ്. പിന്നെ സ്കോൾഡ് ചെയ്യുക, ശകാരിക്കുക. അപ്പോൾ ഇതെല്ലാം നോമിത ഇങ്ങനെ ആലോചിക്കാം. അപ്പോൾ വേർ ഈസ് നോമിത നൗ വേർ ഈസ് നോമിത? നോമിത ഈസ് ഇൻ ഹെയർ ബെഡ്റൂം. അല്ലേ? തൻ്റെ ബെഡ്റൂമിലാണ്. വാട്ട് ഈസ് ഷീ ഡൂയിങ്? ഷീ ഈസ് പിക്കിംഗ് അപ്പ് ദ ക്ലോസ് ടു ബി വാഷ്ഡ്. അല്ലേ? അങ്ങനെയല്ലേ? നേരത്തെ അത് പറഞ്ഞത് എങ്ങനെയാണ്? നോമിത തൻ്റെ മുറിയിൽ പോയാലും ഉള്ള സംഭവമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നോമിത കിടക്കയിലാടെ ഇരുന്ന് ലെറ്റർ വായിക്കാൻ തുടങ്ങി. She sits perfectly still for a minute and reads the letter through. And she started reading the letter. Letter വായിക്കാൻ തുടങ്ങി. It is nothing much a letter from Nomita's mother. Whose letter was that? Who wrote the letter? Where did the letter come from? ഈ ലെറ്റർ എവിടെ നിന്ന് വന്നാണ്? ആരുടെ ലെറ്ററാണ്? It was from Nomita's mother. So the letter was from Nomita's mother. Nomita's mother wrote this letter to her daughter. തൻ്റെ മകൾക്ക്, നോമിതയുടെ അമ്മ തൻ്റെ മകൾക്ക് അയച്ച കത്താണിത്. ആ കത്താണ് ആര് വായിച്ചത്? തൻ്റെ ഭർത്താവ് വായിച്ചത്. അല്ലേ? ആയിക്കോട്ടെ, ഹി ഹാസ് ദ റൈറ്റ് ടു ഡു സോ. അവകാശമുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് വന്ന കത്ത്, തൻ്റെ ഭാര്യയ്ക്ക് അമ്മ അയച്ച കത്ത് തൻ്റെ ഭർത്താവ് വായിച്ചോട്ടെ. ലെറ്റ് ഹിം റീഡ്. ബട്ട് he should at least tell her. He could have told her. He could have mentioned it to Nomita. അല്ലേ? നോമിതയോട് മെൻഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു. നോമിതയോട് പറയാൻ പറ്റുമായിരുന്നു. നോമിത, there is a letter for you. നിനക്കൊരു കത്തുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നു. അത് അയത്ത് didn't do that. It's her standard speech. The good woman has once again placed on the record the news of her various hardships and complaints getting worse. Misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof.
Of course, she does not dread that eventuality. Her daughter is a queen, her son-in-law high-minded, large-hearted, therefore, etc., etc. ഇതാണ് ലെറ്റർ പറഞ്ഞത്. ഇപ്പോൾ വാട്ട് ഡിഡ് നോമിതാസ് മദർ റൈറ്റ് ഇൻ ദിസ് ലെറ്റർ? അല്ലേ, ഒരു മകൾക്ക് എത്രയും സന്തോഷം ഉണ്ടാക്കുന്നതാണ് ആരുടെ ലെറ്റർ വരുമ്പോൾ? അമ്മയുടെ ലെറ്റർ വരുമ്പോൾ. പണ്ട് കാലത്ത് നടന്ന കഥയാണിത്, ഇന്നലെ നടന്നൊന്നല്ല. ഇന്നലെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്താ അറിയുക, അമ്മ നോമിതയ്ക്ക് കത്തയക്കല്ല, മൊബൈൽ ചെയ്യുക, ഫോൺ ചെയ്യുക. ഇവിടെ ഫോണല്ല ചെയ്തത്, ലെറ്റർ അയച്ചാൽ ചെയ്തത്. അല്ലേ, അടുത്ത കാലത്തിലാണെങ്കിൽ നമുക്ക് മൊബൈലിൽ കാണാം. പണ്ട് കാലത്ത് മൊബൈലൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം മറ്റൊരാളെ അറിയിക്കാൻ ലെറ്ററേ നടക്കൂ, ലെറ്ററിലൂടെ നടക്കാൻ പറ്റൂ, ആ ലെറ്ററിലൂടെ സാധിക്കൂ. അങ്ങനെ നോമിതയുടെ അമ്മ എഴുതിയ ലെറ്റർ എന്തിനെക്കുറിച്ചാണ്? ഇറ്റ് വാസ് എ സ്റ്റാൻഡേർഡ് സ്പീച്ച്. ഒരേ നിലവാരമുള്ള കത്തിനെ, സാധാരണ കത്ത് എങ്ങനെയാണോ അമ്മ അയക്കാറ് അതേപോലെ ഈ കത്ത് അയച്ചത്. അമ്മയുടെ സാധാരണ അയക്കുന്ന കത്തുകൾ എന്താണെന്നറിയോ? അമ്മയുടെ സങ്കടപ്പാടുണ്ടാവുക. അല്ലേ, ഈ അമ്മയ്ക്ക് 2 മക്കളൊന്നുമില്ല, ഒരേ ഒരു മോളേ ഉള്ളൂ. ആര് മാത്രമേ? നോമിത മാത്രമേ ഉള്ളൂ. ഭർത്താവ് മരിച്ചുപോയി, ഷീസ് എ വിഡോ. അത് പിന്നെ പറയാം, അവളൊരു വിധവയാണ്, വിഡോ ആണ്. തൻ്റെ മകളെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ച് അമ്മ ഒറ്റയ്ക്കാണിപ്പോൾ. അപ്പോൾ തൻ്റെ എല്ലാ വിഷമവും പറയുക അമ്മ ആരോടാണ്? മകളോടാണ്. അല്ലേ, ഈ അമ്മ പക്ഷേ ഈ അയക്കുന്ന കത്തിലൊക്കെ മകളുടെ സന്തോഷമല്ല ചോദിക്കുക, തൻ്റെ വിഷമം പറയുക ചെയ്യുക. അത് സാധാരണ അങ്ങനെയുണ്ടാകും. അതേപോലത്തെ കത്താണ് ഇപ്പോൾ ഉള്ളത്. The good woman has once again placed on the record the news of her various hardships. So what did she write in this letter? She started writing about her various, പലതരത്തിലുള്ള, വിവിധ തരത്തിലുള്ള, വ്യത്യസ്ത തരത്തിലുള്ള various hardships, കഷ്ടതകൾ, തൻ്റെ പ്രയാസങ്ങൾ. അതാണ് ഈ ലെറ്റർ പറഞ്ഞത്. ഷി ഹാസ് റിട്ടൺ അബൌട്ട് ഹെർ ഡിഫിക്കൽട്ടീസ്, തൻ്റെ വിഷമങ്ങൾ, തൻ്റെ പ്രോബ്ലംസ്, തൻ്റെ ഹാർഡ്ഷിപ്സ് പറയാണ്. എന്തൊക്കെയാണ്? ആൻഡ് കംപ്ലൈൻസ് ഗെറ്റിംഗ് വേഴ്സ്. ഹെർ കംപ്ലൈൻസ്, പരാതികൾ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് വേഴ്സ് ആൻഡ് വേഴ്സ്. കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക പരാതികൾ. കഴിഞ്ഞ ലെറ്റർ പറഞ്ഞതുപോലത്തെ പരാതിയല്ല, അതിലും കൂടുതൽ കഷ്ടപ്പാടുന്ന ഈ കത്തിൽ വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും വരുന്ന ലെറ്ററിൽ, ഓരോ പ്രാവശ്യം വരുന്ന ലെറ്ററിൽ അമ്മയുടെ കഷ്ടപ്പാടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മിസ് ഫോർച്യൂൺ അപ്പോൺ മിസ് ഫോർച്യൂൺ. മോളെ, മിസ് ഫോർച്യൂൺ, ദൗർഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയാം. മിസ് ഫോർച്യൂൺ അപ്പോൺ മിസ് ഫോർച്യൂൺ. ദ സീലിംഗ് ഓഫ് എ റൂം ഇസ് ക്രാക്ഡ്. അമ്മ എഴുതുക, ദ സീലിംഗ് ഓഫ് അവർ റൂം ഈസ് ക്രാക്ഡ്. മോളെ, നമ്മുടെ വീടിൻ്റെ സീലിംഗ് ഇല്ലേ, ഇറ്റ് ഈസ് ക്രാക്ഡ്. അത് പൊട്ടിപ്പോയിട്ടുണ്ട്. ക്രാക്ക് പൊട്ടുക അല്ലേ, ക്രാക്കേഴ്സ് തന്നെ, പടക്കങ്ങൾ. അപ്പോൾ ദ സീലിംഗ് ഓഫ് അവർ റൂം ഈസ് ക്രാക്ഡ്. നമ്മുടെ റൂമിൻ്റെ, നമ്മുടെ വീടിൻ്റെ മേലെ സീലിംഗ്, മച്ച്, അതെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് മോളെ. ഈ വാർപ്പിൻ്റെ വീടൊന്നായിരിക്കില്ല. പണ്ട് കാലത്തൊക്കെ ഈ ടൈൽഡ് അല്ലേ, ഓടുമേഞ്ഞ വീടുകളുണ്ടാവും. പിന്നെ താച്ച്ഡ് ഹോമുണ്ട്. താച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഓലമേഞ്ഞ വീടുണ്ടാവും. ഇതെന്താണെന്ന് അറിയാലോ, നമ്മൾ ഓടിട്ട് പറയാൻ വിചാരിക്കാം. അപ്പോൾ എന്താ, വീടിൻ്റെ മേല ഒരു പൊട്ടുണ്ട് മോളെ. പൊട്ടിയാലോ, മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദ സീലിംഗ് ഓഫ് എ റൂം ഈസ് ക്രാക്ഡ് ആൻഡ് ദ റെയിൻ വാട്ടർ ഫാൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്. വെൻ ഇറ്റ് റെയിൻസ്, ദ റെയിൻ വാട്ടർ വിൽ ഫാൾ. ദ റെയിൻ വാട്ടർ ഫാൾസ് ഇൻ സ്ട്രീംസ് ഇൻ ടു ദ റൂം. അരുവി കണക്കാ, ഒരു തുള്ളി വെള്ളം പുറം പോകുകയില്ല, എല്ലാം അങ്ങ് വരിക, അകത്തേക്കാണ് വരുന്നത്. മോളെ, മഴക്കാലത്ത് ഇവിടെ ജീവിക്കാനാവില്ല അല്ലേ. ഐ കാൺട്ട് സ്റ്റേ ഹിയർ എനി ലോങ്ങർ. My life here is getting worse and worse. കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുക നമ്മളെ. കാരണം എന്താ? ദ റെയിൻ വാട്ടർ കംസ് ടു ദ റൂം ഇൻ സ്ട്രീംസ്. അരുവി പോലെയാണ് വരുന്നത്, ഇങ്ങനെ വരികയാണ്. ഫാൾസ് ത്രൂ ഇൻ സീസ്ലെസ്. എന്താ സീസ്ലെസ്? എൻഡ്ലെസ്, അവസാനമില്ലാത്ത അല്ലേ. മഴ പെയ്താലും ഇങ്ങനെ ചോരും. പഴയ കാലത്തിൻ്റെ വീട്ടിലിങ്ങനെ ചോരയുണ്ട്, വീടിങ്ങനെ ചോരുക, ആകെ ചോർന്നൊലിക്കുന്നുണ്ട്. If this is not immediately remedied, it should be remedied, it should be repaired. It should be repaired at once, it should be repaired immediately. മോളെ, ഇതൊക്കെ പെട്ടെന്ന് ഒന്ന് റിപ്പയർ ചെയ്യണം. I don't have enough money. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. അല്ല, അതിൻ്റെ വിഷമമായിരിക്കും പറയുന്നുണ്ടാകുക. ഇതൊക്കെ റിപ്പയർ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? If this is not immediately remedied, പരിഹരിക്കുക. ഇത് പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ she will have to die crushed under the weight of a collapsed roof. ഞാൻ എവിടെപ്പെട്ടു മരിച്ചു പോവും? അണ്ടർ ദ കൊലാപ്സ്ഡ് റൂഫ്. മേൽക്കൂര കൊലാപ്സ് ചെയ്യുക, തകരുക. തകർന്നു പോയ മേൽക്കൂരയ്ക്ക് കീഴിൽ ഞാൻ അമർന്നു പോകുന്നാലോ, ഈ വീടെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് എൻ്റെ മേത്ത് പോവും. ഐ വിൽ ഡൈ. ഞാൻ മരിച്ചു പോവും, ഞാൻ മരണപ്പെടും. എങ്ങനെയാണെങ്കിൽ അൺലെസ് ഇറ്റ് ഈസ് റിപ്പയർഡ് അല്ലേ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിപ്പയർഡ് അറ്റ് വൺസ്, ഇത്
അൺലെസ് ഇറ്റ് ഈസ് റിപ്പയർഡ് അറ്റ് വൺസ്, അൺലെസ് ഇറ്റ് ഈസ് റെമഡീഡ് അറ്റ് വൺസ്. ഇത് പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഹൗസ് വിൽ കൊലാപ്സ്. ഐ വിൽ ഡൈ അണ്ടർ എ കൊലാപ്സ്ഡ് റൂഫ്. ഞാൻ മരിച്ചു പോകും. പക്ഷെ ഇതൊന്നും, ഓഫ് കോഴ്സ് ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വാലിറ്റി. ദ ഇവൻച്വാലിറ്റി, പോസിബിലിറ്റി, സാധ്യത. ആ സാധ്യത ഷി വാസ് നോട്ട് ഡ്രെഡ്. ഓക്ക് ഭയമൊന്നുമില്ല. ആയിക്കോട്ടെ, മരണം എവിടെ എപ്പോൾ ആരും മരിക്കണം അല്ലേ? നമ്മൾ വാട്ട് ഫോർ വി ആർ ബോൺ ടു ഡൈ. നമ്മൾ എന്തിനാണ് ജനിച്ചത്? നമ്മൾ മരിക്കാനാണ് ജനിച്ചത്. അപ്പം മരണം എന്നത് സുനിശ്ചിതമാണ്, അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇതിനകത്ത് പെട്ട് മരിച്ചു പോകും മോളെ. ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വാലിറ്റി. അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഫോർ ദാറ്റ്. ഹെർ ഡോട്ടർ ഈസ് എ ക്യൂൻ. മദർ ബിലീവ്സ് മൈ ഡോട്ടർ ഈസ് എ ക്യൂൻ. എൻ്റെ മകൾ ഒരു രാജ്ഞിയാണ്. എന്താ രാജ്ഞി? ഇവൾ കിരീടം വെച്ച് നിൽക്കുക അല്ല, അവൾ രാജ്ഞിയെ പോലെ ജീവിക്കുകയാണ്. കാരണം ഷീ ഹാസ് സെൻഡ് ഹെർ ഡോട്ടർ ടു എ സേഫ് പ്ലേസ് അല്ലേ? അജിത്തിനെ കല്യാണം കഴിപ്പിച്ച് അയച്ചപ്പോൾ ഹെർ മദർ വാസ് റിലീവ്ഡ്. കാരണം എന്താ? അജിത്ത് ഈസ് സോ റിച്ച്, അത്രയും സമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ മൈ ഡോട്ടേഴ്സ് ലൈഫ് ഈസ് സേഫ്. എൻ്റെ മകളുടെ ജീവിതം സുരക്ഷിതമാണ്. അതുകൊണ്ട് അമ്മ വിശ്വസിക്കുകയാണ്, മദർ ബിലീവ്സ് ദാറ്റ് മൈ മദർ ഈസ് ജസ്റ്റ് ലൈക്ക് എ ക്യൂൻ അല്ലേ? അവൾ ഒരു ക്യൂവിനെ പോലെയാണ്. ഹെർ സൺ ഇൻ ലോ, ദ ക്യൂൻ എന്ന് പറഞ്ഞാൽ രാജ്ഞി. എൻ്റെ മകളെ രാജ്ഞിയെ പോലെയാണ്. മാത്രമല്ല മദർ വിശ്വസിക്കുകയാണ് ഹെർ സൺ ഇൻ ലോ. എന്താ സൺ ഇൻ ലോ? സൺ ഇൻ ലോ എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മരുമകൻ അല്ലേ? സൺ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ഇതിലൊക്കെ ഇല്ലേ? അപ്പോൾ ഡോട്ടർ ഇൻ ലോ, തൻ്റെ സൺ ഇൻ ലോ, തൻ്റെ മരുമകൻ ആരാണ്? ഹെർ സൺ ഇൻ ലോ ഈസ് എങ്ങനെയാ? ഹൈ മൈൻഡഡ് ആണ്, ലാർജ് ഹാർട്ടഡ് ആണ്, വിശാല ഹൃദയനാണ്. എൻ്റെ മകൾ രാജ്ഞിയെ പോലെ ജീവിക്കുന്നു, എൻ്റെ മരുമകൻ വിശാല ഹൃദയനാണ്. ദെർഫോർ അതുകൊണ്ട് എക്സെട്ര അങ്ങനെ മീൻസ് എൻ്റെ ജീവിതവും സേഫാണ് എന്നൊരു വിശ്വാസം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ വിഷമങ്ങളും അമ്മ ആരോട് പറയുന്നത്? മകളോട് പറയുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫ് പറഞ്ഞെന്താ? ഹൂസ് ലെറ്റർ വാസ് ദാറ്റ്? ഇറ്റ് വാസ് നോമിദാസ് മദേഴ്സ് ലെറ്റർ. വാട്ട് വാസ് ദ കണ്ടന്റ് ഓഫ് ദ ലെറ്റർ? എന്തായിരുന്നു ലെറ്ററിൻ്റെ കണ്ടന്റ്? അബൌട്ട് ദ മിസറീസ് ഓഫ് ഹർ മദർ. തൻ്റെ അമ്മയുടെ ദുരിതങ്ങളാണ് അല്ലേ? എന്തൊക്കെയാണ് അവിടെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? അതുവരെ നിങ്ങൾ നല്ലപോലെ വായിച്ചു നോക്കുക. ആ എടുത്ത പാരഗ്രാഫ് മനസ്സിലായെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ തൽക്കാലം നമുക്കവിടെ നിർത്തുകയാണ്. ഇതുവരെ എടുത്തത് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.